ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ഭയങ്കര ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു ആർട്ട് ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ട്രഡീഷണലായിട്ടും നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് പണ്ട് ഇതെല്ലാം ആൾക്കാർ ചെയ്തിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടെ മോഡേണായിട്ട് എല്ലാവരും ആക്രിലിക് പെയിൻറ്റ്സും അതുപോലെ ഓയിൽ പെയിൻറ്റും അതുപോലെ വാട്ടർ കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഒരു ക്യാൻവാസ് ഷീറ്റിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഓൾറെഡി ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ആയിട്ടായാലും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എളുപ്പത്തിന് ട്രേസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈൻ നമ്മൾ കൂടുതലും ഒരു മ്യൂറൽ റെഡ് ഷെയ്ഡ് വെച്ചിട്ടാണ് കൂടുതലും കൊടുക്കാറ്. അതാണ് സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞൊരു ഷെയ്ഡും ബേൺ സിയന എന്ന് പറഞ്ഞ ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് മ്യൂറൽ റെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന റേഷ്യോ 2:1 ആണ്. 2 പോർഷൻ സ്കാർലറ്റ് ലേക്ക് എടുക്കുകയാണെങ്കിൽ 1 പോർഷൻ ബേൺ സിയനയാണ് എടുക്കുന്നത്. ബേൺ സിയന എന്ന് പറഞ്ഞൊരു ബ്രൗൺ ഷെയ്ഡാണ്. അതിനുശേഷം നമ്മളൊരു തിൻ ലൈനർ ബ്രഷ് കൊണ്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. അതായത് കൃഷ്ണൻ്റെ ഓർണമെൻറ്റ്സിനും കിരീടത്തിനും ഒക്കെ നമുക്ക് ഈ ഒരു റെഡ് ഔട്ട്ലൈൻ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. യെല്ലോ, റെഡ് അതുപോലെ ഗ്രീൻ ഷെയ്ഡുകളൊക്കെ വരുന്ന ഭാഗത്താണ് കൂടുതലും ഞാൻ ഈ റെഡ് ഷെയ്ഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത്. കൃഷ്ണൻ്റെ ബോഡി കളർ ബ്ലൂ കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ബോഡി പാർട്സിന് മുഖത്തും അതുപോലെ കയ്യിലൊന്നും ഞാൻ ഈ റെഡ് കളർ വെച്ച് ഔട്ട്ലൈൻ ചെയ്യുന്നില്ല. ആ പോർഷനൊക്കെ വിട്ടിട്ട് ബാക്കി ഭാഗത്താണ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കറക്റ്റ് കളർ കോമ്പിനേഷൻ നമുക്ക് ഈ ആക്രിലിക് പെയിൻറ്റിൽ സിംഗിൾ ഷെയ്ഡായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഓരോ കളേഴ്സ്, അതായത് മ്യൂറൽ റെഡ്, മ്യൂറൽ യെല്ലോ ഒക്കെ 2 കളേഴ്സ് അല്ലെങ്കിൽ 2 അതിലധികമോ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റും ഓരോ രീതിയിലാണ് കളേഴ്സ് മിക്സ് ചെയ്യുന്നത്. ചിലർ 2-3 കളേഴ്സ് ആഡ് ചെയ്യും. ചിലർ ആക്രിലിക് പെയിൻറ്റ് കൂടെ വാട്ടർ കളറും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കൺസിഡർ ചെയ്തിട്ട്. അതുപോലെ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തിയറി സൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഞാനൊന്നും എനിക്കത്ര ആധികാരികമായി പറഞ്ഞു തരാൻ അറിയില്ല. കാര്യം ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് തിയററ്റിക്കലി പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ച് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നത് മാത്രം. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓർണമെൻറ്റ്സിലുള്ള ഔട്ട്ലൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓർണമെൻറ്റ്സും ഈ ഔട്ട്ലൈൻ വരച്ച ഭാഗത്തൊക്കെ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കണം. അതിനുവേണ്ടി മ്യൂറൽ യെല്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് യെല്ലോ മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡും യെല്ലോ ഓക്കർ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 2:1 റേഷ്യോ. 2 പോർഷൻ പെർമനൻറ്റ് യെല്ലോ മീഡിയവും 1 പോർഷൻ യെല്ലോ ഓക്കറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ 2 കളേഴ്സിനും മ്യൂറൽ റെഡിനും അതുപോലെ മ്യൂറൽ യെല്ലോയ്ക്കും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കളേഴ്സ് എന്താണെന്ന് ഞാൻ അവസാനം ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഏത് ഭാഗത്തൊക്കെയാണോ നമുക്ക് ആ ഒരു യെല്ലോ ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ആക്രിലിക് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വെള്ളം ചേർക്കാറില്ല. പക്ഷേ ഇത് ജസ്റ്റ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് പോലെ ജസ്റ്റ് ഒരു ക്ലിയർ വാഷ് കൊടുക്കാൻ വേണ്ടിയാണ് വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി ബ്രഷ് മൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന യെല്ലോ കളർ, നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന യെല്ലോ കളർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. മ്യൂറൽ പെയിൻറ്റിങ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, മെയിൻലി മ്യൂറൽ പെയിൻറ്റിങ്ങിന് ഭംഗി വരുന്നത് ഷെയ്ഡിങ്ങിലൂടെയാണ്. അപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക്
ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന മ്യൂറൽ റെഡ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. വലിയ പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ, അധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കളർ മിക്സ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇത് ചെറിയ പെയിൻറ്റിങ് ആയതുകൊണ്ട് ഞാൻ അപ്പോഴാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കോമ്പിനേഷൻ തന്നെ സ്കാർലറ്റിലേക്കും ബേൺസിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഷെയ്ഡിങ് കൊടുക്കുന്നത്. ഈ ഔട്ട്ലൈൻ വരച്ച ഭാഗത്ത് ജസ്റ്റ് ഈ റെഡ് ഷെയ്ഡ് കൊടുത്ത ശേഷം ബ്രഷ് നന്നായി കഴുകി ആ ബ്രഷ് കൊണ്ട് തന്നെ ഈ വരച്ചതിൻ്റെ അരികത്തൂടെ നമ്മൾ ആ പ്ലെയിൻ ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ അത് ജസ്റ്റ് ബ്ലെൻഡായി കിട്ടും. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ ഫുൾ ഓർണമെൻറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഈ ബോർഡർ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഈ റെഡ് കളർ ഒന്നും കൂടെ കൊടുത്ത ശേഷം ബ്രഷ് നന്നായി കഴുകി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. കളേഴ്സ് നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ റെഡ് കൊടുക്കേണ്ട ഭാഗത്തൊക്കെ റെഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാപ്പ് ഗ്രീൻ സിംഗിൾ ഷെയ്ഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. ചിലർ സാപ്പ് ഗ്രീൻ്റെ കൂടെ യെല്ലോ മിക്സ് ചെയ്യും. പക്ഷേ ഞാൻ ഓൾറെഡി യെല്ലോ ബാക്ക്ഗ്രൗണ്ട് താഴെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് വേറെ മിക്സ് ചെയ്യണമൊന്നുമില്ല. ജസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ റെഡ് കളർ ചെയ്ത പോലെ തന്നെ വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൃഷ്ണൻ്റെ ഫേസ് പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ 2 കളർ ചോയ്സ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് സിംഗിളായിട്ട് പ്രഷ്യൻ ബ്ലൂ ഷെയ്ഡ് മാത്രമായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടി സാപ്പ് ഗ്രീനും അതേപോലെ പ്രഷ്യൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഗ്രീനിഷ് ബ്ലൂ കളർ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് കളറൊന്ന് പേപ്പറിൽ വരച്ച് കാണിച്ചു തരാം. ഇത് സിംഗിൾ പ്രഷ്യൻ ബ്ലൂ മാത്രമായിട്ട് വരയ്ക്കുന്ന കളറാണ്. ഇനി ഗ്രീനിഷ് ബ്ലൂ കിട്ടുന്നെങ്കിൽ പ്രഷ്യൻ ബ്ലൂവും അതേപോലെ സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2:1 റേഷ്യോയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സിംഗിൾ ഷെയ്ഡായ പ്രഷ്യൻ ബ്ലൂ മാത്രമാണ് എടുക്കുന്നത്. ആദ്യം കൃഷ്ണൻ്റെ ഫേസും അതേപോലെ കയ്യിലും ഒക്കെ ജസ്റ്റ് ഒരു സിംഗിൾ വാഷ് വെള്ളം ആഡ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കൊടുക്കുന്നത്. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാം. ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ബ്ലൂ ഷെയ്ഡ് എടുക്കാൻ വേണ്ടി. അധികം വെള്ളം ചേർക്കണ്ട. കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് സൈഡിൽ വരച്ചു കൊടുക്കാം. നേരത്തെ ഓർണമെൻറ്റ്സ് ചെയ്ത പോലെ ബോർഡറിൽ വരച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് പ്ലെയിൻ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്തെടുക്കാം. ഫേസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ മുടിയുടെ സൈഡിലും അതുപോലെ ചെവിയുടെ സൈഡിലും കഴുത്തിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ ഭാഗത്തും കണ്ണിന് താഴെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി മുടി പെയിൻറ്റ് ചെയ്യാം. മുടിക്ക് വേണ്ടി ഞാനൊരു ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്, പ്ലെയിൻ ബ്ലാക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ കവർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് ബ്രഷ് നമ്പർ 4ഓ 6ഓ യൂസ് ചെയ്യാം. അപ്പോൾ മുടിക്ക്
ഉള്ളിൽ പൂക്കളൊക്കെ ഉള്ളൊരു ഇമേജാണ് എനിക്ക് റെഫറൻസ് ഇമേജായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പോർഷൻ വിട്ടിട്ട് വേണം ബാക്കി ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കാൻ. ഇൻ കേസ് അതിൻ്റെ മുകളിലെങ്ങാനും ബ്ലാക്ക് കളർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ആക്രിലിക് പെയിൻ്റ് കൊണ്ട് ഉണങ്ങിയതിന് ശേഷം വൈറ്റ് ആക്രിലിക് പെയിൻ്റ് കൊണ്ട് ജസ്റ്റ് വരച്ച് കൊടുത്താലും മതി. കൃഷ്ണൻ്റെ കൈവെള്ളയിൽ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ കൊടുക്കേണ്ടിയിരുന്നത്. ഞാനത് നേരത്തെ കൊടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ ഓർണമെൻറ്റിന് ചെയ്ത പോലെ തന്നെ യെല്ലോ ബേസ് കോട്ട് പോലെ കൊടുത്ത ശേഷം നമ്മൾ ഷെയ്ഡിങ്ങിന് വേണ്ടി മ്യൂറൽ റെഡ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പോർഷനിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ ആദ്യം വെള്ളം ചേർത്ത് നല്ല ഒരു ബേസ് കോട്ട് പോലെ കൊടുക്കുക. അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഷെയ്ഡിങ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ജസ്റ്റ് സാബ് ഗ്രീൻ കൊണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. യെല്ലോ കൊണ്ട് ഷെയ്ഡിങ്ങും കൊടുക്കുന്നുണ്ട്. ആ പോർഷൻ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്, ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 2:1 റേഷ്യോയിൽ തന്നെ പെർമനൻറ്റ് യെല്ലോ മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡും അതേപോലെ സ്കാർലറ്റിലേക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 പോർഷൻ പെർമനൻറ്റ് യെല്ലോ ഷെയ്ഡും അതുപോലെ ഒരു പോർഷൻ സ്കാർലറ്റിലേക്കുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിൽ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് തിക്കായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. വൺസ് ഈ പോർഷൻ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ടെക്സ്ചർ പോലെ കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ പെർമനൻറ്റ് യെല്ലോ ഷെയ്ഡ് തന്നെ ഒരു റൗണ്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേറെ കളർ മിക്സിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ആ യെല്ലോ ഷെയ്ഡ് ഡയറക്റ്റ്ലി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തു പോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹോൾ പെയിൻറ്റിങ്ങിൽ നമ്മളത് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാലും പ്ലെയിൻ ആയിട്ടിരിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻസോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാവുന്നതാണ്. സിംഗിളായിട്ടുള്ളൊരു ഷെയ്ഡ് കൊടുക്കാം, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസൈൻ പോലെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതുപോലെ കൃഷ്ണൻ്റെ ചുറ്റും ഒരു ഡെപ്ത് തോന്നിക്കാൻ വേണ്ടി ഈ സെയിം ടെക്നിക്ക് തന്നെ, ഡോട്ടിങ് ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ആ മ്യൂറൽ റെഡ് ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഡെപ്ത് തോന്നിക്കുന്നുണ്ട്, പ്ലെയിൻ ആയിട്ടിരിക്കാതെ ഒന്ന് ഡെപ്ത് തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പോർഷൻ ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ സമയമെടുത്തു. എന്നാലും എൻഡ് റിസൾട്ട് കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ലാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം, മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലൈൻസും നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് വരച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം റെഡ് വരച്ച പോലെ തന്നെ എല്ലാ ഭാഗത്തും ബ്ലാക്ക് കളർ കൊണ്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് കാണാൻ പറ്റുള്ളൂ. ഏതെങ്കിലും തിൻ ലൈനർ ബ്രഷ് നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബ്ലാക്ക് ഔട്ട്ലൈനും കൂടെ വരുമ്പോഴാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റുക. കൂടുതലും ഓർണമെൻറ്റ്സൊക്കെ ഇങ്ങനെ എടുത്ത് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി.
എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലി തിയററ്റിക്കലി ആയിട്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ബുക്സും ഇന്ന് അവൈലബിൾ ആണ്, ഓൺലൈനിലായാലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഓരോ ഫിഗേഴ്സിനും ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ കണ്ണിനും മൂക്കിനും ഒക്കെ ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് വിടർന്ന കണ്ണായിരിക്കും, ചിലർക്ക് പാതി അടഞ്ഞ കണ്ണായിരിക്കും. അതുപോലെ ചില കണ്ണുകൾ എക്സ്പ്രഷൻസ് എടുത്തു കാണിക്കുന്ന കണ്ണുകളാണ്. അതുപോലെ അവരിട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സിനും ഓരോ പേരുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ മ്യൂറൽ പെയിൻറ്റിങ്ങിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും, ഇപ്പോൾ കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട്, ഓരോന്നിനും ഓരോ പേരുണ്ട്. സോ അതൊന്നും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. ഞാനിന്ന് വരയ്ക്കുന്ന മ്യൂറൽ പെയിൻറ്റിങ് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ കേരള മ്യൂറൽ പെയിൻറ്റിങ് ആയിട്ട് അവരുടെ ഫിഗേഴ്സും അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടേഴ്സും വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെ കാണുന്ന ഒരു മുഖമാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, അതിൻ്റെ കണ്ണിനായാലും മൂക്കിനായാലും ഒരു സ്പെഷ്യൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ മ്യൂറൽ ക്യാരക്ടേഴ്സിൻ്റെ ടച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു റെഫറൻസ് ഇമേജ് കിട്ടിയത് ഗൂഗിളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് മറ്റ് കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ കാളും കുറച്ച് ഡിഫറൻസ് തോന്നി. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ പെയിൻറ്റിങ്ങുമാണ്. അപ്പോൾ എന്നെപ്പോലെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, തുടക്കക്കാർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മളെല്ലാ പോർഷനും ഔട്ട്ലൈൻ ഇട്ട ശേഷം അവസാനം മാത്രമാണ് കണ്ണ് ഔട്ട്ലൈൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ മിഴി തുറക്കൽ എന്ന് പറയുന്നത്. എല്ലാ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെയും അവസാനമാണ് നമ്മൾ കണ്ണ് വരയ്ക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ട്രഡീഷണൽ രീതി. ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കളർ മിക്സിങ്ങൊക്കെ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് അല്ലാതെ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വേറെ കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പെർമനൻറ്റ് യെല്ലോ മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ലെമൺ യെല്ലോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഡ്മിയം യെല്ലോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞ റെഡ് ഷെയ്ഡാണ്. അതിന് പകരം നിങ്ങൾക്ക് വെർമിലിയൻ ഹ്യൂ എന്ന് പറഞ്ഞ ഷെയ്ഡായാലും യൂസ് ചെയ്യാം. രണ്ടും ബ്രൈറ്റ് റെഡ് ഷെയ്ഡ്സാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.